എത്രയോ സുന്ദരമാമിന്നെൻ്റെ കേരളം, എത്രയോ മനോഹരമാമിന്നെൻ്റെ കേരളം. പാടും പുഴകളും കാടും മലകളും, പാടും പുഴകളും കാടും മലകളും ചേർന്നിടുന്നൊരു മലയാളക്കര എൻ്റെ കേരളം, എത്രയോ സുന്ദരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുല്ലിക്കടവിലാണ്. നമ്മളൊരു കട ഉണ്ട്. ആ കടനെ കുറിച്ചുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ വീഡിയോയിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നത്. നമ്മുടെ സലാമത്തിൻ്റെ ഒരു കട ഉണ്ട്. ആ കടയിലേക്ക് നോക്കുക. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പുല്ലിക്കടവിലെ കുറച്ച് കാഴ്ചകളും കൂടെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പുല്ലിക്കടവിലെ നമ്മളെ കുറേ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫുട്ബോളിനെ കുറിച്ചുള്ള ആ വീഡിയോയും അതുപോലെ നമ്മുടെ ഒരു ഹോട്ടലിലെ അതിൻ്റെ ആ സുഹൃത്തിനെയും ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെട്ടതനുസരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ പുല്ലിക്കടവിലുള്ള കുറച്ച് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ആ വീഡിയോ കൂടെ കുറച്ച് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പുല്ലിക്കടവിലുള്ള ആ സുഹൃത്തുക്കളുടെ അവിടെ കളിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. ഇവിടെ കളിക്കുന്നതാണ് നമ്മുടെ പുല്ലിക്കടവിലാണ് ഈ സ്ഥലം. അപ്പോൾ ആ റോഡ് പോകുന്നത് നമ്മൾ പുല്ലിപ്പറമ്പിലേക്കാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പുല്ലിപ്പറമ്പിലാണെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ പുല്ലിക്കടവിലുള്ള ഫുട്ബോൾ കളിക്കുന്ന നമ്മൾ കുറേ ചങ്കുമുട്ടുമണികളുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തു, ചെറിയൊരു വീഡിയോ എടുക്കാൻ വെച്ച് അങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ ഇതിൽ ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ ഇനി കൂടുതൽ ലെങ്ത് കൂട്ടുന്നില്ല. ഞാൻ നമ്മുടെ ആ കട ഒന്ന് ഹോട്ടലൊന്ന് നിങ്ങൾക്ക് അതൊന്ന് പരിചയപ്പെട്ട് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ബാക്കി ഞാൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ ഫുട്ബോളിൻ്റെ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഞാൻ കടന്നു പോകുന്നത് കാരണം ഞാൻ ഈ പുല്ലിക്കടവിലെ റോഡാണ്, കണ്ടില്ലേ? ഈ റോഡിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് നമ്മളെ ഈ ഫുട്ബോൾ കളിക്കുന്ന നമ്മളെ സംഘ മുത്തുമണികളിൽ ഇവിടെ ഉള്ളത്. നമ്മളെ ചങ്കുമുത്തുമണി ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടലുള്ളത്. നമ്മളെ പുല്ലിക്കടവിലാണ് ഇത്. ഞാൻ പറഞ്ഞു ആ റോഡ് പോകുന്നത് നമ്മൾ പുല്ലിപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത്. ആ റോഡ് പോകുന്ന ആ പാലം കിടക്കുന്നത് പാലത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞിരുന്നു. കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹോട്ടലൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളെ ഹോട്ടലിനടുത്തേക്ക് ഞാൻ പോകുന്നത് വാദി സൂക്ക് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് കേട്ടോ. വാദി സൂക്ക് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ഒരു സലാമൊക്കെ നമ്മളൊരു സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളെ സുഹൃത്ത് പറഞ്ഞാൽ നമ്മളെ പുല്ലിപ്പറമ്പുള്ള നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അതുപോലെ ഇവിടെയുള്ള കുറച്ച് ആളുകളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളെ പുല്ലിക്കടവിലുള്ള ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. പുല്ലിക്കടവ് ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് പുല്ലിക്കടവ് ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഈ റോഡ് അങ്ങോട്ട് പോകുന്നത് പുല്ലിപ്പറമ്പ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ വാദി സൂക്ക് എന്നാണ്. പിന്നെ ഈ സലാംക്ക എന്ന് പറഞ്ഞാൽ നല്ലൊരു മാപ്പിളപ്പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കൂടെ ചോദിക്കും. പിന്നെ അതുമാത്രമല്ല പിന്നെ നമ്മുടെ എൻ്റെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് കൂടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ആരാ സുഹൃത്തുമോടെ നിങ്ങൾക്ക് ഇതിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിതിന് മുന്നേ ഫ്ലവർ മില്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ അസംകുട്ടിയൊക്കെ ഇവിടെ വസിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസംകുട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാനന്ന് വീഡിയോയിൽ പാർട്ടിയ നമ്മളെ ഫുള്ള് പുല്ലിപ്പറമ്പിലെ നോർമലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അതിൽ കൂടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ കാര്യങ്ങളും നമ്മളെ അസംകുട്ടകൻ്റെ മില്ലിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അസംകുട്ടിയോടെ ചായ കുടിക്കാൻ വന്നത്. അസംകുട്ടിയ എന്തൊക്കെയാണ് ചായ കുടിക്കാൻ വന്നോ? ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഓക്കെ. വ്ളോഗിൽ വരാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ
ഓക്കെ പൈസ കൊടുത്ത് ഇറങ്ങുകയാണ്. തിരക്കുണ്ടാവും. ഓക്കെ. അർജന്റായിട്ട് പോകണം. അതിന്റെ ഓണർമാർ ഇവിടെ ഉണ്ട്. മൊമാദ് സാഹിബ്, ഓക്കെ, സ്റ്റാഫ് സലാം സാഹിബ് ഒക്കെ ഉണ്ട്. ഓരോ കേസ് സംസാരിക്കാം. ഓക്കെ. നല്ല ചായയാണ്, അടിപൊളി ഓക്കെ. ചായയാണ്. അപ്പൊ അസംകുട്ടിയൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ഈ അസംകുട്ടിയെ പറഞ്ഞില്ലേ അടിപൊളി ചായയാണെന്ന് ഇവിടെ നിങ്ങളോട് എല്ലാവരും പറയാം. അതായത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ പുല്ലിപ്പറമ്പിൽ നിന്ന് അസംകുട്ടിയൊക്കെ ഇവിടെ നിന്ന് ചായ കുടിക്കണമെങ്കിൽ അതിന്റെ ടേസ്റ്റിനോണ്ടാണല്ലോ ഈ അസംകുട്ടിയുടെ പുല്ലിപ്പറമ്പിൽ നിന്ന് ഇവിടേക്ക് വരാൻ കാരണം അല്ലേ? അപ്പൊ അത് മാത്രല്ല, എനിക്ക് വേറൊരു കാര്യം പറയാൻ ഇതിൽ അസംകുട്ടി ഞാൻ പറയണ്ടേ, ഈ സലാമുക്ക എന്ന് പറഞ്ഞത് അടുക്കേ അത് മാത്രം സലാമുക്ക നല്ലൊരു മാപ്പിളപ്പാട്ടും കാര്യങ്ങളും ഒക്കെ പാടുന്നൊരു വ്യക്തി കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തരുന്നൊരു വ്യക്തി കൂടിയാണ്. എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? ഓക്കെ, നമുക്ക് ഒരു ചായ കുടിക്കാണ്. ആ ചായന്റെ ടേസ്റ്റിനോട് നമുക്ക് അറിയാലോ. അപ്പൊ അസംകുട്ടി വന്നു പോയിട്ടോ. അപ്പൊ എന്തായാലും വിളില്ല, ഞാൻ ചായ കുടിക്കാണ്. ആ ചായ കുടിച്ചിട്ട് കടി എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അപ്പൊ ചായ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ സാധനം ഉണ്ടാക്കല് ഇവിടെ ജസ്റ്റ് പൊക്കോട. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും പൊറോട്ട 10 മണിക്ക് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാം. 10 മണിക്ക് ഉണ്ടാകുമോ? രാവിലെ എപ്പോഴാണ് കട തുറക്കല്? 6 മണിക്ക്. 10 മണിക്കുള്ള പിന്നെ പഠിക്കാർക്കൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാവോ? ഓക്കെ. എന്തൊക്കെ ഉണ്ടാവാറ് ഒന്ന് പറയാമോ? അതെ, അതിനകത്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുക, ആ ഫുട്ബോളിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ പറയുക, ഫുട്ബോളിൻ്റെ കാര്യമല്ല, 10 മണിക്ക് എന്താണ് പണിക്കാർക്ക് വരുമ്പോൾ അവരൊക്കെ എന്തെങ്കിലും ഉണ്ടോ, അതാണ് ചോദ്യം. പക്ഷേ ആരെങ്കിലും വരുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് പണിക്ക് വരുമ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ്. പൊറോട്ടയും കറി ഐറ്റംസ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടോ? അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടോ? ഉണ്ടാക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയാ ഈ പിന്നെ 10 മണിക്കുള്ള അത്യാവശ്യം അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്നതാകാം. വേറെ പണിക്കാരൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമ്മളെ സുഹൃത്തു കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൂടി ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സലാമക്കാണ് അവിടെ കടന്നു വരുന്നത്. സലാമക്ക എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? പിന്നെ സലാമക്ക എന്ന് പറഞ്ഞാൽ നല്ലൊരു പാട്ടുകാരനും കൂടിയാണ്. നല്ലൊരു മാപ്പിളപ്പാട്ടൊക്കെ പാടുന്നൊരു സുഹൃത്തു കൂടിയാണ് സലാമക്ക. അപ്പോൾ അതുകൂടെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സലാമക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. സലാമക്ക അതിനെക്കുറിച്ച് എന്താ സലാമക്ക് പറയുന്നത്? ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലല്ലോ, ഓർക്കുന്നില്ല? സലാമക്കൊക്കെ നമ്മളെ ഈ പ്രേക്ഷകർക്ക് ഈ ചായ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടോ, എൻ്റെ ഇവിടെ ചായയും ഇവിടെ പൊക്കോടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കഴിച്ചിട്ട് സലാമക്കൊരു പാട്ട് കൂടെ ഞാൻ നിങ്ങളിലേക്ക് കേൾപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ സലാമക്ക റെഡിയല്ലേ? അപ്പോൾ ഞാൻ ചായ കുടിക്കുമ്പോൾ മുന്നേ ആയിട്ട് ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയും പൊക്കോടിയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സലാമക്കിൻ്റെ ഈ പാട്ടുപാടെ നമുക്ക് കേട്ടിട്ട് ആ ചായ കുടിക്കാൻ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സലാമക്ക റെഡിയല്ലേ? സലാമക്ക റെഡിയാണ് ആ പാട്ട് പാടാൻ. അപ്പോൾ സലാമക്ക ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? മധുമതി കൂട്ടാരംഭം ചൊരിയുകയായി ഒരു പുലരി വരൂ നാളെയും നരുകയായി വ്രതറമസാനൂപ്പ തരുണമലർ വീശിയ നറുമനവും പേരിക്കും തിരുവരവായി പെരുമകളുടെ നാളെ വരവ് ഉയരുകയായി മസ്ജിദും പണിയണിയായി ചേരുവാൻ നിരനിരധാരങ്ങൾ നടയുകയായി സ്തുതിയുടെ പൊരുൾ നമസ്കാരം പിന്നിൽ തുടരുകയായി തരുണികൾ മൈലാഞ്ചി കൈ അടികളുമായി സന്തോഷി ചവിതമാമീര പാട്ടുകൾ പാടി തരുണികൾ അവരുടെ പൊന്നു ഞാനും മനം കുഞ്ഞാടി. നമ്മളെ ഒരു ഇക്ക കൂടെ ഇവിടെ ചായക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്ക കൂടെ നമുക്ക് കാണാം. ഞാനിവിടെ ചായയും പൊക്കോടയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ സലാംഖാൻ്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഈ സലാംഖാൻ്റെ അടുത്തൊരു പാട്ടുപാടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പാട്ടുപാടം കേൾക്കണോ? അപ്പോൾ നമ്മുടെ ഇക്ക അവിടെ ഉണ്ട്. ഇക്ക എന്താ പറയുക, സുഖമല്ലേ? വളരെ സുഖം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ചായ അടിക്കുമ്പോഴാണ് ഇപ്പോൾ ഇക്കും കൂടെ ഇവിടെ വന്ന്. ഇക്ക എവിടെയാണ് സ്ഥലം? വടക്ക ബസാർ. അപ്പോൾ വടക്ക ബസാറുള്ള നമ്മളെ ഇക്ക എന്താ കഴിക്കുന്നത്? ചായ എന്താ പാടി? നിങ്ങളെ അഭിപ്രായം എന്താ? ചായയെ കുറിച്ച് എന്താ പറയണ്ടേ? അപ്പം ഇതുമ്പാട് നമ്മൾ അറിയണോ? അപ്പം ഞാൻ അതുമ്പാട് ഉൾപ്പെടുത്തി. ഞാൻ കുറേ ദിവസമായി ഈ സലാംഖാൻ്റെ ഈ കടയിലേക്ക്, പുല്ലുകടയിലേക്ക് ഒന്ന് വരണം വിചാരിച്ചിരിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുക്കാൻ സലാംഖാൻ ഒരു കുറേ ദിവസമായി നിങ്ങൾ പറയുന്നത്. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. വർക്ക് എന്താ പറയുന്നത്? എന്താ കാരണം നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ബിസിനസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? നമ്പർ കൊടുക്കുന്നുണ്ടോ? വീടിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? മൊത്തമായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. എന്താ ചെയ്യുന്നത് ഇപ്പം? നിങ്ങളെ പ്ലാൻ എന്താണ്? വാങ്ങിയിട്ട് വീട് ഇവിടെ പണി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടെ ഐറ്റംസാണ് ഇക്ക അവിടെ കൊടുക്കുന്നത് കേട്ടോ. നമ്മളെ സുഹൃത്തുക്കളുണ്ട്, ഓരോരുത്തർ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ചെറിയ പരിപാടിയാണ്. ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് പുല്ലിക്കടവിലാണ്. ഇത് പുല്ലിക്കടവിലെ കാര്യങ്ങളായി ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാം. ഹോട്ടലിൽ കാര്യം പുല്ലിക്കടവിലെ കാര്യങ്ങളാണ് ഞാൻ ഇതിലേക്ക് കാണിച്ചത്. ഇപ്പോഴത്തെ ഹോട്ടലും ഐറ്റംസും അതുപോലെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലുണ്ട്. അപ്പോൾ കാര്യത്തിൽ വന്നിട്ട് ഇവിടെ ബന്ധപ്പെടാം. അതുപോലെ ഈ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളും പറഞ്ഞ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. മറ്റേ ഐറ്റംസ് സാധനങ്ങളോട് ഞാൻ ഉൾപ്പെടുത്താം. സാധനങ്ങളോട് ഉൾപ്പെടുത്താം. ഇതൊക്കെയാണ് ഈ ഹോട്ടലിൽ നമ്മളെ ഹോട്ടലിലെ പുറത്തുള്ള കടയിലുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഈ ഹോട്ടലിലുള്ള സാധനങ്ങളൊക്കെ. ഇതിലേക്കുള്ള സാധനങ്ങളും അതുപോലെ നമ്മുടെ പുല്ലുകടവിൽ അത്യാവശ്യം വേണ്ട ആളുകൾക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. വീട്ടിലേക്ക് വേണ്ട കോഴിമുട്ട, അതുപോലെ അരിപ്പൊടി, അങ്ങനത്തെ ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ തൊട്ടുള്ള ചിക്കൻ തന്നെയാണ് ഈ കട. അപ്പോൾ ഇതിലെല്ലാ സാധനങ്ങളുണ്ട്. അതുപോലെ ഐസ്ക്രീം ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പുല്ലിക്കടവ് തന്നെയാണിത്. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളെ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ആ കളിയൊന്ന് ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സലാംഖാൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ പുല്ലിക്കടവിലുള്ള കട. ഒന്നുകൂടി ഞാൻ നിങ്ങളിലേക്ക് ആ പുല്ലിക്കടവിലെ കട ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിക്കാം. വാദി സൂക്ക് സുഫിയ ബാക്കല എന്നാണ് ഈ കടയുടെ പേര്. അതുകൊണ്ട് നമ്മൾ ചങ്കുമുത്തുമണിയാണ്. അതുകൂടെ ഞാൻ നിങ്ങൾ പറയുന്നത്. സലാംഖാൻ്റെ വീഡിയോയിൽ ഞാൻ സലാമക്ക ഇവിടെ ഉണ്ട്. സലാംഖ അവിടെ ഒരാളായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഇവിടെയുള്ള ഫുട്ബോൾ കളിക്കുന്ന നമ്മളെ ചങ്കുമുത്തുമണികളുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഫുട്ബോൾ കളിക്കുന്ന. സലാമക്ക ഈ ബക്കറ്റായിട്ട് എന്താ പോയിനി വേസിലോ പോയി. അപ്പോൾ സലാമക്ക നല്ലൊരു പാട്ടുകാരനും കൂടെയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ സലാമക്കൻ്റെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ട് ഈ അടുത്തൊരു പാട്ടുമാണ് ഞാൻ കേൾപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെ ഈ മുത്തുമണികളുടെ കുറേ ഫുട്ബോളിൻ്റെ കാര്യംപാട് ചെറിയൊരു ഭാഗം നിങ്ങൾ ഞാൻ തരുന്നുണ്ട്. ഇതാണ് നമ്മളെ പുല്ലിക്കടവിലുള്ള നമ്മളെ മുത്തുമണികൾ കളിക്കുന്ന. ഞാനിപ്പോൾ ആ ഹോട്ടലിൽ തന്നെ കുറച്ച് നേരം വൈകിപ്പോയി. ഇവിടെ തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ സലാമക്കിൻ്റെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് ഈ കടയിൽ. നമ്മുടെ ഈ കടയിൽ അപകടം കാണിക്കുന്നത്. സലാമക്ക് എന്താണ് സാധനം? ആ
ഒന്ന് ക്ലിയർ ആയിട്ട് പറ. ഇതിപ്പോ എന്താണ് സംഭവം ഉണ്ടാക്കുന്നത്? ബെന്നിൻ്റെ ഉള്ളിൽ ആ ഇതാണ് ഐറ്റം അല്ലേ? അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന ഈ ഇപ്പം ഞാൻ പറഞ്ഞ ചായക്കടയിലുള്ള നമ്മളെ ഈ സലാമക്കൻ്റെ ഈ കട പാട്ട് കേട്ട് നമ്മൾ സലാമക്കയാണിത്. അപ്പോൾ സലാമക്ക ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ആളുകൾ ചോദിച്ചപ്പോൾ അത് കൊടുക്കുന്ന സാധനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇതെടുത്തിട്ട് ഇതിൽ വെച്ച് ബെന്നും വെച്ച് ചൂടാക്കിയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അതെടുത്തിട്ട് എന്താ കണ്ടില്ലേ, ഇതാണ് സാധനം. ഇതിനെന്താ പറയുക സലാമക്ക? ബർഗർ എന്നാണോ സലാമക്ക പറയാ? ഓക്കെ. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഈ ബർഗർ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇപ്പോൾ തക്കാളി ഇതിലെന്തൊക്കെയാണ് സലാമക്ക കൂട്ടുന്നത് ഒന്ന് പറയുന്നത്? ആ പിന്നെ എന്തൊക്കെയാ സാധനം? അപ്പോൾ അവർ ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ഈ വീഡിയോ ഇവിടെ ഇറക്കുന്നത്. അവർ ചോദിച്ചപ്പോഴാണ് ഇതിൽ ഈ സാധനം ഇവിടെ ഇറക്കുന്നത് കേട്ടോ. ഇതാണ് സാധനം അല്ലേ? ബർഗർ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ. അപ്പോൾ ഈ കടയിലേക്ക് ഇപ്പോൾ അവർ വന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിന് കാണിക്കുന്നത്. ഓക്കെ. अरे नाम है ना इधर का सुपरस्टार किशोर कुमार इधर नाम है ना नाम क्या इधर घर में ബീഹാർ അപ്പോൾ ബീഹാറിലുള്ള നമ്മളെ സുഹൃത്താണ് ഇപ്പോൾ ഈ ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇവിടുത്തെ പേരെന്നാ? इधर पैर ना नहीं बोला चवा. हाँ भाई इतना समझ नहीं आ रहा है. അപ്പം ഞാൻ നിൽക്കുന്ന കുറച്ച് നേരം വൈകിപ്പോയി. നമ്മളെ പുല്ലിക്കടവ് തന്നെയാണ്. ഞാൻ വെളുക്കത്തില്ല കേട്ടോ. ഞാൻ കുറേ ഫുട്ബോളിന് കാര്യങ്ങളൊക്കെ കളി കണ്ടിരുന്നു. നമ്മളാ കടയിൽ തന്നെയാണ് ഞാൻ നിങ്ങളിൽ കാണിക്കുന്നത്. നമ്മളെ വാദി സൂക്ക് സുഫിയ ബഗല എന്നാണ് ഈ കടയുടെ പേര്. ആ കടയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചത്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് എടുത്ത്. അപ്പോൾ ആ കടയാണ് ഇപ്പോൾ ഞാൻ ഈ പുല്ലിക്കടവിലാണ് ഈ കട. അപ്പോൾ പുല്ലിക്കടവിലെ കടയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും കുറച്ച് തിരക്കുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനാണ് ഞാൻ ഇവിടെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളൊക്കെ നമ്മളെ സലാമക്കയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, സലാമക്കിന് നല്ല പാട്ടുകളുണ്ട് കേട്ടോ. മാപ്പിളപ്പാട്ടൊക്കെ പാടുന്ന അതല്ലേ, സലാമക്കിൻ്റെ പാട്ടുകളും ഇതിലുണ്ടാവും. അപ്പോൾ സലാമക്കിന് പാട്ടുകളൂടെ ഉണ്ട്. അപ്പോൾ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ വന്നാൽ തന്നെ മനസ്സിലാവും. സലാമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആരും ഒറ്റയ്ക്ക് എത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ചായ എന്തെങ്കിലും ചിലപ്പോൾ പാട്ടൊക്കെ ഉണ്ടാവും. ആ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ട് ചായ കുടിക്കുക, വളരെ സന്തോഷമായിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വളരെ സന്തോഷമാണ് അല്ലേ? അല്ല, നിങ്ങൾക്ക് എന്താ പറയുക ഇതിനെ പറ്റി? നിങ്ങൾക്ക് എന്താ പറയുള്ളൂ? നമുക്കിപ്പോൾ ഒരു ചായ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ പറയുക, ആ ചായൻ്റെതും ഒരു കിട്ടുന്ന ഒരു സന്തോഷമല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ മനസ്സിന് ഒരു സന്തോഷം, ആ സന്തോഷമാണ്. അപ്പോൾ കുറച്ച് ഹിന്ദിക്കാർ വന്നത്. അപ്പോൾ എനിക്ക് ഹിന്ദി അധികം സംസാരിക്കാൻ കഴിയില്ല. ഹിന്ദിക്കാർ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ സാറൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഹിന്ദിക്കാരാണ്, ബിഹാറിയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മളെ ഈ പുല്ലിക്കടവിൽ ഈ ഹോട്ടലിലേക്ക് എല്ലാവരും വരിക. നമ്മൾ പുല്ലിക്കടവാണ് ഈ ഹോട്ടൽ. അതുപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യം സാധനങ്ങളെല്ലാം ഈ കടയിലുണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ കാരണം അറിയോ, നമുക്ക് പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലും ഹോട്ടലിലേക്ക് വന്ന് ഒരു ചായ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം സാധനം വേണ്ട സാധനത്തിനും നമ്മളെ ഇക്കാൻ്റെ ഈ കടയിലുണ്ട്. ആ സാധനങ്ങളുമാണ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുമാണ് ഈ കടയിലുണ്ട്. ആ കടയൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആരെങ്കിലും ഇവിടെ വന്നുമ്പോൾ ഈ പുല്ലിക്കടവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കടവട ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. പുല്ലിക്കടവ് പാലത്തിൻ്റെ തൊട്ടടുത്താണ്. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ കാരണം വെച്ചാൽ, നമ്മൾ ഈ പുല്ലിക്കടവ് ഭാഗം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ റോഡ് ഈ റോഡ് പറഞ്ഞാൽ നമ്മൾ രാമനാട്ടിലേക്ക് പോകുന്ന റോഡാണ്. അതിന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പുല്ലിപ്പറമ്പിൽ നിന്ന് വരുന്ന പുല്ലിക്കടവ് കല്ലമ്പാറ ഫറോക്കിലേക്ക് പോകുന്ന ഭാഗം. അതുപോലെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കണ്ടോ, ആ വണ്ടി ഇവിടെ നിന്ന് തിരിയുന്ന കാണാം, ആ സ്കൂട്ടർ.
ആ തിരിഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ രാമനാട്ടുകേട് പോകുന്ന വഴിയാണ്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൽ പരിചയപ്പെടുത്താണ്. പിന്നെ കൂടുതൽ ലെങ്ത്ത് ഞാൻ ആക്കുന്നില്ല. അപ്പോൾ നമ്മളത് നിങ്ങൾ ഒന്നുപാടെ ഞാൻ ഈ ഹോട്ടലിൽ ഒന്നുപാടെ ഞാൻ പരിചയപ്പെടുത്താണ്. കേട്ടോ, ഇതാണ് വാദി സൂക്ക് സോഫിയ ബാഗല എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളിവിടെ ഇവിടുത്തെ ഐറ്റംസ് ചായകളൊന്ന് കുടിച്ച് വന്ന് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും അഭിപ്രായമാണ് എൻ്റെ വീഡിയോയ്ക്കുള്ള മുന്നോട്ടുള്ള യാത്ര. അപ്പം ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ടാവും. നിങ്ങളെ ചിരിപ്പിക്കുക എന്നത് ലക്ഷ്യം മാത്രമാണ് എൻ്റെ ചാനലിലൂടെ ഉള്ളത്. അപ്പോൾ ആ സന്തോഷങ്ങൾ നിങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കില്ല. അഥവാ സലാമൊക്കെ പറഞ്ഞാൽ മതി. സലാമക്കിൻ്റെ നിങ്ങൾ ചായ കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചായ കുടിക്കുമ്പോഴും ആ പാട്ട് കേട്ടിട്ട് നിങ്ങൾ ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം വേറെ, അത് വേറെ ലെവലായിരിക്കും. അവിടെയാണ് ആ ലെവല്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ പുല്ലിക്കടവിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളെ ചങ്കുപത്തുമണിയാണ് നമ്മളെ സലാമക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു സന്തോഷം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും സന്തോഷിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഒരു യൂട്യൂബ് ചാനലായി ഞാൻ ഒരുപാട് വർഷങ്ങളോളം തുടങ്ങിയ ചാനലിനെ കുറിച്ചുള്ള കാര്യത്തിലും എനിക്ക് കിട്ടിയത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്ക് ഒരുപാട് പ്രവാസി ലോകത്തുള്ള ഒരുപാട് സ്നേഹിക്കാൻ കഴിവുള്ള ഒരുപാട് ചങ്കുമുട്ടലായി മതമൊന്നും അറിയാത്ത ഒരുപാട് സ്നേഹിക്കാൻ മനസ്സുള്ള മുത്തുമണികളെയാണ് എനിക്ക് കിട്ടിയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ലൈവിൽ വന്നാൽ നിങ്ങൾ പറയാറുണ്ട് വിശ്വനാഥൻ സൂപ്പറാണ്, മാസാണ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഓരോ സ്നേഹിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എനിക്ക് പറയാളേ, ഞാൻ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പുല്ലിക്കടവിലുള്ള വാദി സൂക്ക് സൂഫിയ ബാഗല എന്ന ഈ ഹോട്ടലിലേക്ക് വന്നിട്ട് 10 മണിക്കാണ് നമ്മളെ പണിക്കാർക്കുള്ള ഭക്ഷണ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ലഘുഭക്ഷണവും കാര്യങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഇന്ത്യക്കാരോട് ഞാൻ പരിചയപ്പെട്ട് നമ്മളെ ഹോട്ടലാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഈ ഹോട്ടലിൽ അതിന് തൊട്ടടുത്ത് തന്നെ അവരുടെ കട തന്നെയാണ്. നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമ്മളെ സുഹൃത്താണ്, നമ്മൾ പുല്ലിപ്പറമ്പുള്ള നമ്മൾ ചങ്ക് കുത്തുകൊണ്ടാണ് ഈ പോകുന്നത്. ഹലോ, നമ്മളെ പുല്ലിക്കടവ് ഭാഗമാണ്, പുല്ലിപ്പറമ്പിലേക്ക് റൂട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഒരു കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ 2-3 സുഹൃത്തുക്കളോട് ഉണ്ട്. അവരോട് കൂടി നമുക്ക് ചോദിക്കാം ഈ ഹോട്ടലിലെ ഈ ചായനെ കുറിച്ചും അതിനെക്കുറിച്ച് നമ്മളൊരു 3 സുഹൃത്തുക്കളോടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം? സുഖമല്ലേ? ഇവിടുത്തെ ചായനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചായ പിന്നെ നിങ്ങളിവിടെ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടോ? പിന്നെ എന്തൊക്കെയാണ് ഇവിടെ? പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ 10 മണിക്ക് എന്തെങ്കിലും വന്ന് കഴിക്കാറുണ്ടോ? അപ്പോൾ അല്ല, നിങ്ങൾക്ക് ഫുള്ള് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ കടവിനെ കുറിച്ചുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ അക്കരയ്ക്കുള്ളത് ഞാൻ ഇന്നാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഫുട്ബോളിൻ്റെ കുറച്ച് മക്കളുടെ കാര്യം പോലെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ഹോട്ടലിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ചായനെ പറ്റി അറിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും ആ ചായൻ്റെ കാര്യം പാടെ ഒന്ന് വീഡിയോയിൽ കൊടുക്കാൻ വെച്ചിട്ടാണ് ഇവിടെ. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാലോ പുല്ലിപ്പറമ്പിലാണ്. പക്ഷേ ഇവിടുത്തെ ചായ ഞാൻ കുടിച്ചിട്ടില്ല ഇന്നുവരെ. പക്ഷേ ഇന്നാണ് ഞാൻ കുടിച്ചത്. ആ കുടിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളും പറഞ്ഞതെന്നുള്ളത് വളരെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊരു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്ക് പറയുന്നത് നമ്മളെ പുല്ലിക്കടവിലുള്ള വാദി സൂക്ക് സൂഫിയ ബാഗല എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അതിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട്, നമ്മളെ സലാമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വന്നാൽ ചിലപ്പോൾ ഈ പാട്ടൊക്കെ മൂപ്പരടുത്ത് ഉണ്ടാവും. ജസ്റ്റ് നല്ലൊരു മാപ്പിള പാട്ടൊക്കെ നിങ്ങൾ പാടും. ആര് കൂടുതൽ തിരക്കാണെങ്കിൽ ചോദിക്കരുത്, പാട്ട് ചോദിക്കരുത്. സന്തോഷമായിട്ട് നിങ്ങൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് നമ്മൾ ചായ കുടിക്കുക. നമുക്ക് മനസ്സിന് സന്തോഷം എന്ന് പറഞ്ഞ ഒരു പാട്ടും ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലുള്ള സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുള്ളേ? നിങ്ങൾക്ക് 3 പേർക്ക് എന്താ പറയുള്ളേ? എന്തെങ്കിലും എൻ്റെ ഈ ചാനലിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായമുള്ളത്? ഞാനിവിടെ വന്നപ്പോഴും ഒരുപാട് ആളുകൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നേരത്തെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതിന് വീട്ടിലെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ പറയണേ. അപ്പോൾ ചായ സൂപ്പറാണ് അല്ലേ? ചായനെ പറ്റി അറിയേണ്ടവർ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാം. സൂപ്പർ അടിപൊളി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ അധികം നീട്ടുന്നില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാണ്.
ഏകദേശം ഇപ്പോൾ രാത്രിയായി, ഞാൻ എന്താ ഇരുടായി. എന്തായാലും ഞാൻ എനിക്ക് ഇവിടുന്ന് പോകാൻ സമയം. പുല്ലിക്കടവിലെ ഈ ഹോട്ടലിൽ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ മുഴുവൻ തന്നെ കാണുക. അപ്പോൾ ആളുകൾ തന്നെ ഹോട്ടലിലേക്ക് വരുന്ന, കടയിലേക്ക് വരുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമുക്കൊരു സന്തോഷം തരുന്ന നല്ലൊരു മനോഹരമായ, നമ്മളെ മനോഹരമായിരുന്ന പുല്ലിക്കടവിൽ ഞാൻ കുറേ വീഡിയോ ഇട്ടിരുന്നു. പുല്ലിക്കടവിലെ അതിമനോഹര കാഴ്ചകൾ, അതെല്ലാവർക്കും പ്രവാസി ലോകത്തിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു കാഴ്ച. ലോകത്തുള്ള ഈ പച്ചപ്പിനുള്ള കാഴ്ചകൾ കാണണം എന്ന് പറഞ്ഞ് ഒരുപാട് പ്രവാസികൾ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ പുല്ലിക്കടവിൽ നിന്നാണ്. ഇതുവരെ പുല്ലിപ്പറമ്പും നമ്മളെ കനാലി പുഴ എന്ന് കടന്നു വരുന്നതിന് കാഴ്ചകളും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന കനാൽ കടന്നു വരുന്ന പുല്ലിക്കടവ് ഭാഗം പാലത്തിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഫുഡ് ഫുഡ് അച്ഛാ വരാ അച്ഛാ. ഞാനിവിടെ വന്ന ഹോട്ടലിൽ നമ്മളെ കുറച്ച് നമ്മുടെ ബംഗാളീസ് ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സുകളാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ അവരോട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഞാൻ പറഞ്ഞ പുല്ലിക്കടവ് ഹോട്ടലാണ് ഞാൻ പറഞ്ഞത്. ഹലോ ഭായ്, ടീക്ക് സൂപ്പർ, ഹായ്, ഓക്കെ സൂപ്പർ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബെന്ന് കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസാണ് നമ്മളെ ഇക്ക ഇവിടെ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് സാധനം. ബെന്നിന് തക്കാളി, അതുപോലെ എന്തൊക്കെയാണ് ഇതിൽ ഇക്ക ചേർത്തത്? ഇതിന്റെ പേരൊന്ന് ക്ലിയർ ആയിട്ട് പറ. ചിക്കൻ ആ. അപ്പോൾ എനിക്ക് ആ പേര് കിട്ടാൻ വലിയ പണിയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ പേരൊന്ന്. ഇപ്പോൾ ഇതാണ് കേട്ടത്, ഇതാണ് ഐറ്റംസ് സാധനം അല്ലേ. ഇതാണ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അതുപോലെ ഇവിടെ നമ്മൾ പുല്ലിക്കടവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആരും വരുമ്പോൾ ചായ കുടിക്കുമ്പോൾ ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മളെ സലാമക്കിൻ്റെ ഈ കട, ഇക്കയുടെ കടയിലിട്ട് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണ് കണ്ടില്ലേ, ബെന്ന് കൊണ്ടാണ് ഈ ഐറ്റംസ് എല്ലാം, ചിക്കനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ സംഭവം തന്നെയാണ് കേട്ടോ. ഓക്കെ.